അല്ല കുഞ്ഞുമക്കളെ, നമ്മളെല്ലാരും വൃത്തക്കാല് ജ്യൂസ് അടിച്ച് കുടിക്കലില്ലേ? ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോ ഒന്നും ശ്രദ്ധിക്കലില്ല. പക്ഷെ നല്ലോണം കുരുവൊക്കെ കളഞ്ഞിട്ട്, അതിന്റെ വൃത്തക്കാലിന്റെ കുരുവൊക്കെ കളഞ്ഞ് തോലൊക്കെ കളഞ്ഞിട്ട് ഇതേമാതിരി എടുത്തതിന് ശേഷം ഒരു ശകരം, അപ്പൊ ഞാൻ അതിൽ ഉപ്പിട്ട് ഓൾറെഡി. അപ്പൊ അതിന് ശേഷം എനിക്കിങ്ങനെ തോന്നിയത് നിങ്ങൾക്കും കൂടി ഒന്ന് അറിയിപ്പിച്ച് തരാലോ എന്നുള്ളത്. അപ്പൊ കണ്ടാ, ഞാൻ ഉപ്പിട്ട് ലേശം ഉപ്പിടാം, ഒരു ശകരം ഉപ്പിടാം. ഉപ്പിട്ടതിന് ശേഷം എന്ത് ചെയ്യാ, കുറച്ച് വെള്ളം, പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് ക്ലോസ് ചെയ്ത് ഇതേപോലെ നല്ല ജ്യൂസ് അടിക്കാം. നല്ല കണ്ട് ജ്യൂസ് അടിച്ചിട്ട് അതിനാ ഇതൊക്കെ കണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ബാക്കി കാണിച്ചു തരാം മക്കളെ. ഇതിന്റെ ടേസ്റ്റ് വേറെ തന്നെ. കുറച്ച് ഉപ്പിട്ടുങ്ങാണ്ട് കുറച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച്, ഞാൻ പാൽ ഒഴിക്കലില്ല കേട്ടോ. കഫക്കെട്ടുള്ളതുകൊണ്ട് പാൽ ഒഴിക്കലില്ല. ഇങ്ങോട്ട് നോക്കി ഉണ്ടാ, നല്ല അടിപൊളിയായി ലൂസായിട്ട് വെള്ളമാതിരി ജ്യൂസ് ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, നല്ലോണം അടിച്ച്. എന്നിട്ട് ഇതുകൊണ്ട് കുടിച്ചേണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നും പറയില്ല, ഭയങ്കര രസമാണ്. ഒരു ശകരം ഉപ്പിടാനേ പാടുള്ളൂ കേട്ടോ, ഓവർ ഉപ്പിടരുത്. നിങ്ങളൊന്ന് ഉപ്പിടാതെ നിങ്ങൾ അടിക്കലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉപ്പിട്ടൊന്ന് അടിച്ചിട്ട് കുടിച്ചിട്ട് ഒന്ന് റിസൾട്ട് പറയും കേട്ടാ. ഒന്ന് നോക്കി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി.